നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആരുടെ വിമാനത്തിലാണ് പ്രചാരണത്തിന് പോയിരുന്നതെന്ന് അറിയാം. അതിനുശേഷം അദാനിയുടെ സമ്പത്തിലുണ്ടായ വളർച്ചയും കഴിഞ്ഞ 10 വർഷം ഉണ്ടായ വളർച്ചയും നമുക്കറിയാം. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഈ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല, പകരം സർക്കാർ വിലാസം മുതലാളിമാരാണ്, അല്ലെങ്കിൽ ഒരു മുതലാളിയാണ്. അതായത് പണം, പ്രധാനപ്പെട്ട പൊതുസ്വത്ത് ഇതെല്ലാം മുതലാളിക്ക് കൊടുക്കുന്നു, സമ്പത്ത് മുഴുവൻ അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ആ മുതലാളി സർക്കാരിൻ്റെ സ്വന്തം മുതലാളിയാണ്, അത് രാജ്യത്തിൻ്റെ തന്നെ മുതലാളിയാണ്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ തൊട്ടുപുറയിൽ ദേശീയ പതാക വെച്ചിട്ടുണ്ടാവും. ഇന്ത്യയുടെ സ്വന്തം മുതലാളിയായിട്ട് ഞാനാണ് മുതൽ രാജ്യത്തിൻ്റെ മുതൽ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണ് എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കുത്തക മുതലാളിയെ വളർത്താൻ വേണ്ടി നയപരമായി തീരുമാനം എടുക്കുന്നത് ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ മുതലാളി പാപ്പരാവാതിരിക്കാൻ, ആ മുതലാളിയുടെ കടബാധ്യത നിറവേറ്റാൻ ഈ രാജ്യത്തെ സാധാരണക്കാരൻ നിക്ഷേപിച്ചിട്ടുള്ള പണമെടുത്ത് അയാൾക്ക് വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ആ വായ്പയ്ക്ക് വേണ്ടി നീതി ആയോഗും ധനകാര്യ മന്ത്രാലയവും ഇടപെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിട്ടുള്ള വലിയൊരു ഭീതിതമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ റഷ്യയിൽ വ്ളാദിമിർ പുടിൻ അവിടുത്തെ വലിയ വലിയ ഒളിഗാർക്സുകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പല കഥകളും കേൾക്കാറുണ്ട്. അവിടുത്തെ കുത്തക മുതലാളിമാരുടെ ആളാണ് വ്ളാദിമിർ പുടിൻ താമസിക്കുന്ന കരിങ്കടൽ തീരത്തുള്ള റിസോർട്ട് അത് വെറും മുതലാളിയുടെയാണ്, പുട്ടിൻ്റെ അല്ല. അത് മുതലാളിയുടെയാണോ പുട്ടിൻ്റെ ആണോ എന്നുള്ള തർക്കമൊക്കെ റഷ്യയിലുണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടെയും. സ്വന്തമായി പ്രധാനമന്ത്രിയുള്ള മുതലാളി, സ്വന്തമായി മുതലാളിയുള്ള പ്രധാനമന്ത്രി, ഇങ്ങനെ പല രീതിയിൽ റഷ്യയുമായി വളരെ ഒരു പാരലൽ ഇന്ത്യയിൽ ഇപ്പോൾ കാണാൻ കഴിയും.